ഒപ്പിട്. ആ ഇന്റുമാർക്കുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സൈൻ ചെയ്തോളൂ. എന്നാ പോയിട്ട് വാ രണ്ടുപേരും. ശരി നവി, ഇറങ്ങട്ടെ. കീർത്തിയുടെ പെട്ടെന്നുള്ള മനമാറ്റത്തില് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. സൂക്ഷിക്കണം. കീർത്തി ഇപ്പൊ പെരുമാറുന്നത് സിൻസിയർ ആയിട്ട് തന്നെയാ. ആ അമ്മായിയാണ് അവളെ വഷളാക്കുന്നത്. എന്തോ എനിക്കറിയത്തില്ല. എന്ന് എനിക്കറിയാം. എന്നാ കേറ്. രണ്ടാള് ഹാപ്പിയാ. അവര് പോയി വരട്ടെ അല്ലേ അമ്മായി? വേണ്ട മോളിക്കുട്ടി. സാറേ, അത് മുഴുവനും ഉണ്ട്. ഉണ്ടാവും. എന്നാലും നമ്മളും ഒന്ന് നോക്കണമല്ലോ. ഇപ്പൊ ഈ കേസ് കഴിഞ്ഞിട്ട് ആളേതാ വെറുതെ വിട്ടിരിക്കുന്നത് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അത് ഉത്തരവായിട്ട് ഇറങ്ങണം. എന്നാലും പോരാ, അതിന് താഴെ കൃത്യമായിട്ട് സീലുണ്ടായിരിക്കണം. എന്നാ മതിയോ? പോരാ. ആരാണോ ഉത്തരവിട്ടത് അയാളുടെ കയ്യൊപ്പും കൂടി വരുമ്പോഴേ അതിനെ വിധിയെന്ന് പറയൂ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ ഈ പണവും. അഞ്ചുണ്ട്. ഏതായാലും ഇനിയിപ്പോ ചെന്ന് സാറിനെ കണ്ടോളൂ. മോളിക്കുട്ടി വാ. ഗുഡ് മോർണിംഗ് സർ. പോരെ, ഇരിക്കെ. വാ. ഇരിക്കെ. സർ, പണം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് താമസിച്ചു അല്ലേ? പണം ഒത്തുവരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട്. ഇനിയിപ്പോ കേസ് പെട്ടെന്ന് തുടങ്ങാം അല്ലേ സർ? ജോസഫേ, ഒപ്പിട്. ആ ഇന്റുമാർക്കുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സൈൻ ചെയ്തോളൂ. അപ്പോ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സാർ, അനിയൻ സാറ് പുറത്തു വന്നു തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ബെന്നി ചെറിയാന്റെ ഓഫീസിലേക്ക് നിങ്ങൾ കയറി വന്നത് എന്താഗ്രഹിച്ചിട്ടാണ്? കുറ്റവാളിയല്ലാത്ത നിങ്ങളുടെ കക്ഷിയെ കോടതിയിൽ നിന്ന് വെറുതെ ഇറക്കിക്കൊണ്ടുപോകാൻ കരുതിയിട്ടല്ലേ? അച്ഛൻ പുറത്തിറങ്ങുന്ന തന്നെ കരുതിക്കോ. അച്ഛൻ പുറത്തിറങ്ങിയിട്ടല്ലാതെ ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതം ഇല്ല സർ. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ഇറങ്ങിക്കോ, എനിക്ക് അല്പം തിരക്കുണ്ട്. ശരി സർ. ശരി ശരി.
ആ കാശ് തന്നെ കൊടുത്തു തുടങ്ങും കേട്ടോ. ശരി സാർ. ഉം. ഇപ്പഴാ ഒരു സമാധാനായ. ആ ഗുമസ്തൻ കാശുണ്ടെന്ന് എണ്ണലും ഉണ്ടല്ലേ, പേടിയായിപ്പോയി. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവര് ശീലിച്ച കാര്യല്ലേ അവര് ചെയ്യുള്ളൂ. എന്തായാലും ഇത്ര വലിയ പേരുണ്ടാക്കിയില്ലേ. ഓ, നീ ഇനിയിപ്പോ അയാളെ ന്യായീകരിച്ചോ? മൂർത്തി ഇറങ്ങ. ഉം. വരൂ. ഉം. ഗുഡ് മോർണിംഗ് സാർ. ഉം. വരൂ, ഇരിക്കൂ. ഇരിക്കൂ. വളരെ പേഴ്സണലായിട്ട് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പോയിക്കോ. പറയൂ. എന്റെ പേര് സത്യവതി, പുഴയോരം വീട്ടിലെ സത്യവതി. ജയിലിൽ കിടക്കുന്ന അനിയൻ കുഞ്ഞിന്റെ ചേച്ചിയാണ് സാർ. ഓ, ഐ എം റിയലി സോറി. നിങ്ങൾ കേസ് ഏൽപ്പിക്കാനോ മറ്റോ വന്നാണെങ്കിൽ അത് നടക്കില്ല. കാരണം നിങ്ങളുടെ എതിർകക്ഷി കൃഷ്ണയുടെ കേസ് വാദിക്കുന്നത് ഞാനാ. അതറിയാം സാർ, അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അറിഞ്ഞിട്ട് വന്നെന്നോ? കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം സാർ. സാർ അവൾക്ക് വേണ്ടി വാദിച്ചോളൂ, പക്ഷേ നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടാവണം. എന്ത് ധാരണ? എന്റെ എത്തിക്സിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാനത് ചെയ്യാറുമില്ല.